ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബുവിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്ത്. 2006-ൽ ചേർത്തല SI ആയിരുന്ന സമയത്തെ മർദ്ദന വിവരം വെളിപ്പെടുത്തി മുൻ സൈനികൻ രംഗത്തെത്തി. ഭാര്യയുടെയും മകന്റെയും മുന്നിൽ വെച്ച് മർദ്ദിച്ചു എന്നാണ് വെളിപ്പെടുത്തൽ. ഈ പരാതിയിലും വകുപ്പുതല നടപടി ഉണ്ടായില്ല. പരാതിയുടെ രേഖകൾ 24-ന് ലഭിച്ചു. അതിനിടെ ഒരു CPIM നേതാവ് കൂടി മധു ബാബുവിനെതിരെ രംഗത്തെത്തി. പത്തനാപുരം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അംജിദ് ഖാനാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. മധു ബാബു പോലീസിലെ 1-ാം നമ്പർ ക്രിമിനലാണെന്നും ജീവിതാനുഭവത്തിൽ നിന്നാണ് എഴുതുന്നത് എന്നുമാണ് അംജിദ് ഖാന്റെ കുറിപ്പ്. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ പുച്ഛിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട മധു ബാബു പരാതി പ്രളയത്തിലും വലിയ ആത്മവിശ്വാസത്തിലാണ്. റാഫി കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. അതുപോലെ സുജിത് സുരേന്ദ്രൻ കൊട്ടാരക്കരയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം റാഫി കരീമിലേക്കാണ്. റാഫി, ഓരോ ദിവസവും പരാതി പ്രളയമാണ്. പുതിയ പുതിയ പരാതികൾ. ഈ മുൻ സൈനികന്റെ പരാതിയിലടക്കം വകുപ്പ് തലത്തിൽ യാതൊരു നടപടിയും ഉണ്ടായില്ല, കോടതി ശിക്ഷിച്ചിട്ട് പോലും. അവിടെയൊക്കെ മധു ബാബുവിനെ സംരക്ഷിക്കുകയായിരുന്നു എന്ന് വ്യക്തമാവുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ പരാതി പ്രളയത്തിനൊക്കെ ഇടയിലും രണ്ടാമത്തെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് മധു ബാബുവിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അതും ഈ പരാതികളെ പുച്ഛിച്ചുകൊണ്ടാണ്. റാഫി, തീർച്ചയായും വലിയ ആത്മവിശ്വാസത്തിലാണ് മധു ബാബു എന്ന് സൂചിപ്പിക്കുന്നതാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന ഫേസ്ബുക്ക് കുറിപ്പ്. ഒപ്പം തന്നെ മധു ബാബുവിനെതിരെ കൂടുതൽ പേരാണ് പരാതികളും ആരോപണങ്ങളുമായി രംഗത്തെത്തുന്നത്. ഏറ്റവും ഒടുവിലായാണ് 2006-ൽ മധു ബാബു തൻ്റെ സർവീസ് കാലം തുടങ്ങുന്ന സമയത്ത് ചേർത്തല പോലീസ് സ്റ്റേഷനിൽ SI ആയിരുന്ന സമയത്താണ് ഒരു മുൻ സൈനികന് ക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വരുന്നത്. 2006 ജാനുവരി 1-നാണ് ഈ സംഭവം നടക്കുന്നത്. ജാനുവരിയിൽ 1-ന് ഈ സൈനികനെ ചേർത്തല പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം ഭാര്യയുടെയും ഒപ്പം തന്നെ മകൻ്റെയും മുന്നിലിട്ടാണ് മധു ബാബു ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത്. മധു ബാബുവിൻ്റെ മർദ്ദനത്തിൽ ക്രൂരമായി പരിക്കേറ്റ സൈനികൻ 3 ദിവസമാണ് ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞത്. അതിനുശേഷം 2006 ജനുവരി 6-ാം തീയതിയിൽ ഈ സൈനികൻ ഇതുമായി ബന്ധപ്പെട്ട് പരാതിയുമായി കോടതിയെ സമീപിച്ചതിൻ്റെ രേഖകളാണ് നിലവിൽ 24 പുറത്തുവിട്ടിരിക്കുന്നത്. ഈ സൈനികൻ പറയുന്നതനുസരിച്ച് ഒരു സാമ്പത്തിക തർക്കത്തിൻ്റെ പേരിൽ ഒരു മുതലാളി നൽകിയ പരാതിയിലാണ് മധു ബാബു വിളിച്ചു വരുത്തുന്നത്. അങ്ങനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം അസഭ്യവർഷം നടത്തി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മുട്ടുകൈ ഉപയോഗിച്ചെല്ലാം മർദ്ദനം തുടർന്നു എന്നുള്ളതാണ് ഈ സൈനികൻ പറയുന്നത്. 50 മീറ്ററോളം ഈ സൈനികനെ പോലീസ് സ്റ്റേഷനകത്തുകൂടി വലിച്ചിഴച്ച് കൊണ്ടുപോയതിനു ശേഷമാണ് ഈ മർദ്ദനം നടത്തിയതെന്നുമാണ് സൈനികൻ 24-നോട് പറഞ്ഞത്. ഈ സൈനികൻ്റെ കോടതിയിൽ നൽകിയ പരാതിയിൽ മധു ബാബുവിനെ കോടതി ശിക്ഷിക്കുകയും വകുപ്പ് തല അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ അന്വേഷണത്തിൽ ഒരു തരത്തിലുമുള്ള നടപടിയും മധു ബാബുവിനെതിരെ ഈ കാലയളവിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ സൈനികൻ വ്യക്തമാക്കുന്നത്. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഉന്നത ഉദ്യോഗസ്ഥർ സൈനികൻ്റെ മൊഴി ആലപ്പുഴയിലെത്തി രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ മൊഴി നൽകിയിട്ടും തെളിവുകൾ നൽകിയിട്ടും വ്യക്തമായ സാക്ഷിമൊഴികൾ ഉണ്ടായിരുന്നിട്ട് പോലും മധു ബാബുവിനെതിരെ ഒരു തരത്തിലുമുള്ള നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ സൈനികൻ പറഞ്ഞു വയ്ക്കുന്നത്. ഇത്തരത്തിൽ നടപടി ഇല്ലാത്തത് കൊണ്ട് തന്നെ മധു ബാബുവിന് പിന്നീട് CI ആയും ഒപ്പം തന്നെ ഇപ്പോൾ DYSP ആയും പ്രമോഷനുകൾ കൃത്യമായി ലഭിച്ചു എന്നുള്ളതാണ്. ഈ പലപ്പോഴും ഇത്തരത്തിലുള്ള പരാതികൾ മധു ബാബുവിനെതിരെ ഉണ്ടാകുമ്പോൾ അന്വേഷണം ആ പരാതികളുടെ ഭാഗമായുള്ള നടപടിക്രമത്തിൻ്റെ ഭാഗമായി നടക്കും. എന്നാൽ അന്വേഷണ റിപ്പോർട്ടുകൾ പിന്നീട് പുറം വെളിച്ചം കാണാത്തൊരവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഈ അന്വേഷണ റിപ്പോർട്ടുകളിൽ മധു ബാബുവിനെതിരെ ഒരു തരത്തിലുമുള്ള നടപടിയും ഈ കാലയളവിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഈ ഉന്നത ഉദ്യോഗസ്ഥർ മധു ബാബുവിന് നൽകുന്ന പിന്തുണയും. ഈ പിന്തുണ തന്നെയാണ് മധു ബാബുവിൻ്റെ ഇപ്പോഴത്തെ ആത്മവിശ്വാസവും. ശരി, റാഫി കരീമാണ് വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത്. സുജിത് സുരേന്ദ്രൻ കൂടി കൊട്ടാരക്കരയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുജിത്, ഇപ്പോൾ ഈ പത്തനാപുരം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായ അംജിദ് ഖാന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അതും ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. മധു ബാബു പോലീസിലെ 1-ാം നമ്പർ ക്രിമിനലാണ്. അത് താൻ പറയുന്നത് തൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നാണ് എന്നുള്ളതാണ് ആ ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ ഉള്ളടക്കം. എന്താണ് അത് സംബന്ധിച്ച വിവരങ്ങൾ? ഉയർന്നു വരുന്ന പരാതികൾ, അതിലെ വിവരങ്ങൾ എങ്ങനെയാണ്? സുജിത് സുരേന്ദ്രൻ. TK മധു ബാബു കോന്നി CI ആയിരുന്ന സമയത്താണ് അന്ന് ജയകൃഷ്ണൻ SFI നേതാവായിരുന്ന ജയകൃഷ്ണനെ ഉപദ്രവിച്ചുമായി ബന്ധപ്പെട്ടുള്ള പരാതിക്ക് പിന്നാലെയാണ് അന്ന് ജയകൃഷ്ണനൊപ്പം SFIയിൽ പ്രവർത്തിച്ചിരുന്ന അംജിദ് ഖാൻ, ഇപ്പോൾ പത്രാപുരം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. അംജിദ് ഖാൻ ഇപ്പോൾ കോന്നി CI ആയിരുന്ന ഇദ്ദേഹത്തിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതായത് അന്ന് ഈ മധു ബാബു ക്രൂരമായ പീഡനമാണ്, അന്ന് SFIക്കാരെ തിരഞ്ഞു പിടിച്ച് മർദ്ദിക്കുന്ന ഒരു രീതിയായിരുന്നു അത്. അന്ന് UDF സർക്കാരിൻ്റെ ഭരണകാലത്താണ്
എന്നുള്ളതാണ്. രാത്രി കാലങ്ങളിൽ പോലും SFI പ്രവർത്തകരുടെ വീടുകൾ കയറി SFI പ്രവർത്തകരെ മർദ്ദിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. അതിൻ്റെ അനുഭവം തനിക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല പൊതു നിരത്തിൽ വെച്ച SFIക്കാരെ കാണുമ്പോൾ അവരെ CPIഎമ്മിൻ്റെ പ്രവർത്തകരെയൊക്കെ കാണുമ്പോൾ അവരെ പിടിച്ച് ആക്രമിക്കുന്നതിനൊപ്പം തന്നെ പരസ്യമായി തെറി വിളിക്കുന്നതൊക്കെ തന്നെ ഇദ്ദേഹത്തിൻ്റെ രീതിയായിരുന്നു. ഇക്കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. കൂടാതെ സാധാരണക്കാരെ ഉപദ്രവിക്കുക എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ മെയിൻ എന്നും സ്വന്തം ജീവിത അനുഭവങ്ങളിലാണ് ഇത് എഴുതുന്നതെന്നും പറഞ്ഞുകൊണ്ടാണ് പത്തനാപുരം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള അംജിത് ഖാൻ ഇപ്പോൾ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അംജിത് ഖാന്റെ പോസ്റ്റ് വന്നതോടുകൂടി തന്നെ നിരവധിയായ ആളുകൾ, നിരവധി പഴയകാല SFI പ്രവർത്തകരടക്കം കോന്നിയിൽ അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയിലൊക്കെ പ്രവർത്തിച്ചിരുന്ന കൂടുതൽ അന്നത്തെ SFI പ്രവർത്തകർ, ഇന്നത്തെ CPIഎം പ്രവർത്തകരും ഈ മധു ബാബുവിനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി രംഗത്ത് വരികയാണ്. അംജിത് ഖാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ സാധൂകരിക്കുന്ന രീതിയിൽ കൂടുതൽ ആരോപണങ്ങളാണ് ഇപ്പോൾ മധു ബാബുവിനെതിരെ പഴയകാല SFI പ്രവർത്തകർ ഉയർത്തുന്നത്. ശരി, സുജിത് സുരേന്ദ്രൻ കൊട്ടാരക്കരയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.